ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കാണെങ്കിൽ ഇന്നൊരു മഷ്റൂം കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കാവേ. നമുക്ക് ആദ്യം തന്നെ റൈസ് സെറ്റാക്കാം. നെയ്ച്ചോറ് പോലത്തെ ആണ് ഉണ്ടാക്കുന്നത്. ആദ്യം റൈസ് ഇത് പെട്ടെന്നാകും. എന്നിട്ട് നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കി വെക്കണം ആദ്യമേ. അതിനുശേഷം നമുക്ക് മഷ്റൂമിൻ്റെ മസാല ഉണ്ടാക്കാം. നെയ്ച്ചോറായിട്ടുണ്ട്. നമുക്കിനി മഷ്റൂം മസാല ഉണ്ടാക്കാം. സവോള ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മൂക്കണം. നമുക്ക് തക്കാളി ആവശ്യമുണ്ട്. നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി അത്രയും മതി. പിന്നെയാണെങ്കിൽ കൊറിയാണ്ടറും പുതിനയിലയും കൂടെ വേണം. സവോള അത്യാവശ്യം ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മഷ്റൂം രണ്ടായിട്ട് മുറിച്ചത് കട്ട് ചെയ്തിടാം. തക്കാളി ഇടാം. നല്ലപോലെ ഇളക്കി വഴറ്റണം. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. പൊടികൾ ആഡ് ചെയ്യാം. നമുക്ക് എന്നിട്ട് നല്ലപോലെ വഴറ്റാം. വഴന്ന് വരുമ്പോൾ നമുക്കിനി അടുത്തത് തൈര് ആഡ് ചെയ്യാം. 2 സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പുതിനയിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത് സെറ്റ് ആകുമ്പോൾ നമുക്ക് റൈസ് നമുക്ക് മേളിക്കൂടി ഇങ്ങനെ ലെയറായിട്ട് നമുക്കിടാം. കാഷ്യൂനട്ട്, മുന്തിരിയും കിസ്മിസും കൂടെ നമുക്ക് വേണമെങ്കിൽ വറുത്തിടാവുന്നതാണ്. ഒനിയനും കൂടെ ഫ്രൈ ചെയ്തിടാം. പാർബാടമായി പോവും. ഞാൻ അങ്ങനെ ഇട്ടില്ല. ജസ്റ്റ് ഒരു നോർമൽ ബിരിയാണി പോലെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു ഇത്. അങ്ങനെ നമ്മുടെ മഷ്റൂം ബിരിയാണി റെഡി ആയിട്ടുണ്ട്.